അപ്പോൾ ഗൈസ് എല്ലാവർക്കും പുതിയൊരു നമ്മൾ ചെയ്യാൻ പോകുന്ന ഗെയിം പ്ലേ വെച്ച് കഴിഞ്ഞാൽ പബ്ജിയുടെ തന്നെയാണ്. നമ്മൾ പറഞ്ഞ സ്റ്റോറേജ് കുറവുണ്ട്, അതൊക്കെ മൈക്കിടക്കുന്ന 126 ആയിട്ടുണ്ട്. ഇതൊക്കെ എടുക്കാനായിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കാർ ടെസ്റ്റിലുണ്ട്. പിന്നെ ഇതിനകത്ത് രണ്ടാമത്തെ റെക്കോർഡിങ് കേട്ടോ. ഒരു പ്രാവശ്യം നമ്മൾ വിളിച്ചപ്പോൾ ആ റെക്കോർഡിങ് പോയി. നമ്മുടെ ഫ്രണ്ടിൽ ചത്തലുണ്ട്. ടീമത്തെ 1-ാം നമ്പർ അവിടെ ചത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയായി നല്ല കണ്ണൊന്നുമില്ല അതിൽ. ഈ സൈഡിനൊക്കെ അടി കിട്ടണം. ഫണ്ണി ഗൈസ്, ഫണ്ണി. ആ സൈഡിൽ കൂടെ കയറി നോക്കിയാൽ ഇവിടെ നിന്നായിരിക്കാം. ഗൈസ് ഇവിടെ നിന്നൊന്നല്ല കേട്ടോ. ടീമേറ്റിനെ അടുത്തുണ്ടാവേ മൂളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ആൾക്കാരുണ്ട്. എടാ നീങ്ങടെ നീങ്ങാൻ നോക്കിയതാടോ. നീങ്ങാൻ നോക്കിയാണ്, പക്ഷെ നീങ്ങാൻ പറ്റിയില്ല. അങ്ങനെ വട്ടം ചാടിക്കുക. എവിടെ നമ്മൾ വട്ടം ധരിപ്പിച്ച് കൊണ്ടുപോകാം. ആ ടീമേറ്റിനടുത്ത് കൊണ്ടോ ടീമേറ്റ് എന്താണെങ്കിൽ ലിവിക്കാണല്ലേ. ക്ലാസിക്കാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ക്ലാസിക് ആയിട്ടുള്ളത് ലിവിക്കാണ്. മറ്റവ നമ്മുടെ 2-ാം നമ്പർ എപ്പോഴും മറ്റേ ഇവിടെ തന്നെ കേട്ടോ. പെണ്ണിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിലൊന്നും ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ കൈസി ഇത് പൊടിക്കും കൈസി തന്നെ. ഇതുകൊണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് കളിക്കും. ഇതുകൊണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ സ്കോപ്പൊക്കെ കിട്ടിയെങ്കിൽ പിന്നെ പ്രവറയും കളിക്കൂട്ടെ കൊണ്ടൊക്കെ. നടക്കുന്നെങ്കിൽ ഈ റെഡ് സോൺ പോകാൻ റെഡ് സോൺ കഴിഞ്ഞിട്ട് മാത്രമേ പോകാൻ എനിക്ക് പീക്ക് ഹെഡ് ഷോട്ടും അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. നമ്മൾ രാത്രി ഒരു പണി കൊടുക്കുന്നതായിരിക്കും. ഒരു പ്രാങ്കാണ്. എൻ്റെ ഇക്കാ വരികയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്കിട്ട് എന്തെങ്കിലും പ്രാങ്ക് കൊടുക്കും. എനിക്ക് ആ പ്രാങ്കൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്തിരുന്ന് രാത്രി വീഡിയോ ഇടുന്നതായിരിക്കും. ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അത് രാത്രി എന്തെങ്കിലും വീഡിയോ ഇടുന്നതായിരിക്കും എൻ്റെ അമ്മക്ക് പ്രാങ്ക് കൊടുക്കുന്നത്. ഇവിടെ ആൾക്കാരൊന്നും റൂട്ടെടുത്തിട്ടൊന്നുമുണ്ട്. ആൾക്കാരൊന്നും എല്ലാവരും ലോട്ടെടുത്ത് ഓടി. നമുക്ക് ലോട്ടൊന്നുമില്ലേ. ഞാൻ വണ്ടിയിൽ കയറാൻ മറ്റം ഓടി. എനിക്ക് ഒന്ന് ഒന്ന് എല്ലാവരും കൊന്നിട്ടും പുറത്തിട്ടൊന്ന് കഴിച്ചു. ഉണ്ടാകും നിർത്തിക്കണം. സിവിലൊക്കെ എന്തെങ്കിലും നിർത്തിക്കണം. അവിടെ ആരുണ്ടോ നോക്കി വെക്കാം. ഏകദേശം ആരുമില്ല കേട്ടോ. എന്തിനാണോ അങ്ങനെ പറയണത്? ഞാനാണോ അത് വേറെ കുട്ടനാണ്? ഞാനാ കുട്ടിയെ? ആളില്ല കുട്ടിയെ. ഞാൻ വെറുതെ പറഞ്ഞു കുട്ടിയെ. ഈ ചുമരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പൊട്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടത്തരം തന്നെ പൊട്ടന പോയും. പിന്നെ പൊട്ടന പറയാൻ സത്യമുള്ള പൊട്ടനാന്നൊക്കെ തോന്നുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോണൊക്കെ എങ്ങോട്ട് ഷോട്ടാ പോണേ. സത്യം പറയല്ലോ, അതാ പോണു. ഇവന് എങ്ങോട്ടാണ് എന്തോന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇവൻ്റെ കളി ഓരോന്ന് കാണുമ്പോണ്ടല്ലോ ദേഷ്യം വരികയാണ്. ഇങ്ങനത്തെ ആൾക്കാർ പബ്ജിയുള്ളവരുണ്ടല്ലോ. വട്ടന്മാരൊരു വട്ടന്മാരെ അറിയാതെ കൈ തട്ടിയുന്ന അവസ്ഥയാണ്. അതിനാണ് ആ വണ്ടി എടുത്ത് ഒറ്റ പോകുന്നുണ്ട്. ഇവിടെ എനിമീൻ്റെ മറ്റേ ഇതാണ് വണ്ടിയിലായിട്ട് ഒരുത്തനെ കണ്ടു കാണുന്നു. തന്നെ കണ്ടിട്ടുണ്ട്. ക്രിക്കറ്റ് തന്നെയാണോ അല്ലേ?
ശരിക്കും തന്നെയാ നല്ല ബോട്ടാണ്. ബോട്ടുണ്ട് ഗൈസ്, അല്ലാണ്ട് മറ്റേ എനിമിയൊന്നുമല്ല, സാധാ എനിമിയൊന്നുമല്ല, ബോട്ടാണ്. അല്ല ഞാൻ ചോദിച്ചോടെ ഇങ്ങനെ കൊണ്ട് പോയിട്ട് ഞാൻ വിചാരിച്ചു അവനെന്താ ഇവിടെ, ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഞാൻ എന്തേലും പറയാൻ അടിച്ച് ഉറക്കതായിട്ട്. പിന്നെ അടുത്ത നമ്മളെ ഉരുളി വരിക, പിന്നെ മനസ്സിലായി എന്തായാലും ബോട്ടാണ്. ബോട്ടുകൾക്ക് ഒന്നാണ് ഈ സിംഗത്തെ തൊട്ടൊക്കെ ബോട്ടനാണെന്ന് വെച്ചാൽ സംശയം. തീരെ തോന്നിട്ടുള്ളതുണ്ടാവും. ഓടെ പറ്റി ആളുണ്ടാവും ചിലപ്പോൾ. ഓരെന്തേലും കുറേ ദിവസം പറയണ്ടില്ലേ, പിന്നെന്തേലും അങ്ങനെ ആളുടെ തോന്നുന്നു. അവർ കുറേ നേരമായിട്ട് കിടന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് പോയി നോക്കാം. ഞാനൊന്നും മുന്നില്ല, ഗെയിം ശ്രദ്ധിക്കാൻ പോകുന്നത്. അത് ആളുടെ ഇതാണ് പറയണത്, നോക്കി നോക്കാം. ഇത് പറഞ്ഞു ശരിയായിട്ടോണ്ടാ ആളുണ്ടാക്കും. 1 നമ്പർ നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ടാവും. നമ്മുടെ ചെക്കന്മാരോട്ട് നമ്മൾ അങ്ങനെ നിർത്തല്ലോ. പിന്നെ മനസ്സിലായി അവിടെ സാധനം നിർത്തുന്ന അവിടെ കണ്ടിട്ടുണ്ടാകുന്ന ഞാൻ. സ്കൂളിൽ ലൈഫാണ് നിർത്തിയത്. എവിടുന്നാടേ എവിടുന്നൊക്കെയാണ് അടിക്കുന്നത്? അത് എവിടുന്നൊക്കെ അടിക്കുന്നത്? 2 നമ്പർ അങ്ങോട്ടാണ്. ഒക്കെ പറ്റുമെന്നൊക്കെ തീരെ തോന്നല്ലോ. ടൈമില്ല, 30 മിനിറ്റ് എന്തായാലും സുഖമില്ല തോന്നുന്നത്. മറ്റേ ചത്തില്ല. ബസ് ഇതൊന്ന് പൊക്കുക തോന്നുന്നു. എനിക്കൊന്ന് ഓർഡർ കൊണ്ടിരുന്ന ഓർഡർ നോക്കിയ സാനെ പൊക്കുമായിരിക്കൂലേ ഗൈസ്. പൊക്കാണ് പിന്നെ പൊക്കി ഞാൻ പൊക്കി തന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പൊക്കി തന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. മാത്രം പറഞ്ഞില്ല. ഈ കളി അങ്ങനെ ഫുൾ എടുക്കാൻ പറ്റിയ അത് എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഓക്കെ, നമ്മൾ ഇവിടെ പറയുന്നത് കളിക്കാൻ ഇത് കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ട്. ഇന്നലെ ഇപ്പം എന്താണോ, ഇന്നലെ കളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കയ്യുണ്ട് റെഡിയാവില്ല. കൈ ഞാൻ നേകം കളിച്ച് കൊടുത്തിട്ട് കയ്യിൽ നേകാക്കി ഞാൻ ഒറ്റ വലിയ സ്കോപ്പൊന്നും അങ്ങനെ നല്ലൊരു സ്കോപ്പിലാണ് 4 ഫിംഗർ കളിക്കണം. അപ്പോൾ സ്കോപ്പ് ഞാൻ ഇവിടെ സൈഡിലേക്ക് കയറ്റി വെച്ച കളി. അതുകൊണ്ട് എൻ്റെ കൈയൊക്കെ വെക്കുമ്പോൾ വേന എടുക്കണേ. ഞാൻ സൈഡിലായിട്ട് ആളുള്ള പോലൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ സ്മൂക്കിൻ്റെ നോക്കിയാണ് ഒരു തടി ഓടിക്കണ്ടായിരുന്നതാ. എന്നിട്ട് ഓടി വരുമോ? ആയ് മോനെ, അവിടെ ഒരുത്തം നിൽക്കണേ. കയ്യിൽ പോയി ഗൈസ്. കളിക്കാനൊന്നിനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പം എന്ത് ചെയ്യണ്ടേ ഒന്നും മനസ്സിലാണ്. ഓരോ കാര്യം പോലും നേരെ പോലെ ചെയ്യാണ്ടില്ല. എന്തൊക്കെ ചെയ്യണം ഒന്നും മനസ്സിലാവുന്നില്ല. ആണെങ്കിൽ ആകെ സീനാണ്. എന്നാലും നമ്മളെ മേലെ സ്ഥലത്ത് മാത്രമേ കളിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ മറ്റേ നമ്മൾ
എന്നും കൂടുതൽ ആൾക്കാരുണ്ടാവില്ലേ അവിടെ അവിടെ പിന്നെ മാത്രമേ കളിക്കുള്ളൂ. അവിടുന്ന് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് അപ്പോൾ മറ്റേ എന്തായി ആകെന്തോ നിങ്ങൾക്ക് ഏതൊക്കെ സിനിമയാണ് ഇഷ്ടം എന്ന് താഴെ കമൻറ്റ് ചെയ്ത് തരുട്ടോ. ആർക്കൊക്കെയാണ് നിങ്ങൾക്ക് ആവേശമാണ് ഇഷ്ടം, പ്രേമലാണ് ഇഷ്ടം, അതിലാർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഒക്കെ ഓക്കെ. എനിക്ക് വളരെ ഇഷ്ടം ആവേശമാണ്. പ്രേമനോട് അത്ര ഒന്നും എനിക്ക് ഇഷ്ടമല്ല. പ്രേമനെക്കാട്ടി ഇഷ്ടമാണ് ആവേശം. പക്ഷെ പ്രേമനും സെക്കൻഡാണ്. ഓക്കെ, ഫസ്റ്റ് അടിക്കും. ഇത് കണ്ടോ, ഈ സ്ഥലം കണ്ടോ, ഈ മുമ്പിലേക്ക് അവിടെ നിന്ന് കത്ത് കഴിഞ്ഞാൽ ഞാൻ നിർത്തും കഴിച്ചു. പിന്നെ നിർത്തി ഞങ്ങൾ ലോങ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റോറ ചെറിയ മുമ്പ് യേശുവിനൊക്കെ എവിടുന്ന് കൊണ്ടുപോയി ഇറക്കാണ്. ഒരു ദിവസം ഞാൻ ഇറങ്ങാൻ നിൽക്കുക, ഒരുത്തണ്ട് ഇങ്ങനെ കൊടുത്ത് ഇറക്കി, ഇന്നെ ഇവിടുന്ന് ഇറക്കിയിട്ട് ഞാൻ വിട്ടു. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പോകാൻ നോക്കി, പക്ഷെ അപ്പത്തിന് കേസ് എൻ്റെ ഇങ്ങനായി പോയി. അതായി എന്തായി എന്തൊക്കെ പറയാൻ പറ്റും. കതിയേ അവിടെ ആരും കാണാനില്ല. അയ്യോ, ഞാൻ ഇവിടെ ഒന്നും കാണാനില്ല. കിട്ടി ഞാനിൻ്റെ മേലെ ഞാൻ പേടിച്ചു. മനുഷ്യൻ പേടിച്ചു. സത്യാണ് പേടിച്ചു. സത്യം OMB ഡി മേലായിട്ട് ആളുണ്ടാവോ? മേലെ മേലുണ്ടാവും എന്ന് വിചാരിക്കാം. ഈ മേലെ ആളില്ലേ കേട്ടോ, ഇവിടെ ആളങ്ങനെ ഇറങ്ങിയിട്ടില്ല. പയ്യന്നി 8 പേര് മാത്രമല്ലേ ഇവിടെ. സോറി കിട്ടല്ല. ടീമായിട്ട് തോറ്റും ചത്തെന്ന് വിചാരിക്കാം. ഇനി ചത്ത ഞാൻ ചത്ത് സോംബിയായി. ഞാൻ ചത്തുപോയി. ഞാനവിടെ കവറ് നിന്നത്, പക്ഷെ എങ്ങനെയാണ് അടിച്ചത്? നല്ല കാര്യം. അടുത്തുള്ള കാണാൻ കളിയൊക്കെ പോവാണ്. അടുത്തുള്ള കാണാൻ